പാർട്ടിയാണ് കുഞ്ഞിഷ്ണനാക്കിയ പാർട്ടിയാണ്. പെൻഷനൊക്കെ കൂട്ടിയില്ലേ? അമ്മമാർക്കൊക്കെ സന്തോഷമായില്ലേ? കള്ളവോട്ട് വ്യാപകമായി നടക്കും, യഥാർത്ഥ വോട്ടർമാരെ ആക്രമിക്കപ്പെടും. അങ്ങനെ എത്രയോ കാലമായി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പയ്യന്നൂരിനകത്തുണ്ട്. കുഞ്ഞികൃഷ്ണന്റെ വിവാദമൊക്കെ ഇവിടെ ബാധിക്കോ മണ്ഡലത്തിൽ? ചെറിയ തോതിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. വലിയ ബാധിക്കൊന്നും ചെയ്യില്ല. അതൊന്നും ഇതിനെ ബാധിക്കില്ല, ഒരിക്കലും ബാധിക്കില്ല എന്ന് തോന്നുന്നു. അതിനൊരു താൽക്കാലികമായുള്ള ഒരു പ്രതിഭാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രി വിജയേട്ടനാവണമെന്നുള്ള താല്പര്യം നിനക്കില്ല, എന്നാലും അദ്ദേഹം തന്നെ ആയിക്കോട്ടെ. എനിക്ക് താല്പര്യമില്ല. തുടർഭരണം ഉണ്ടാവോ? ഉണ്ടാവും. കേരള രാഷ്ട്രീയമാകെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പയ്യന്നൂരിലേക്കാണ്. MLA ആയ ടി എ മധുസൂദനെതിരെ കോടികളുടെ ഫണ്ട് തട്ടിപ്പ് ആക്ഷേപമാണ് മുൻ ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത്. പിന്നീട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. വലിയ പ്രതിഷേധം ഈ സംഭവത്തിൽ ഉയരുകയും ചെയ്യുന്നു. എന്താണ് പയ്യന്നൂരുകാർക്ക് ഇതിൽ പറയാനുള്ളത്? ഒപ്പം ഈ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. വി കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്ന ദിവസം കൂടിയാണിന്ന്. ഈ ദിവസം എന്താണ് പയ്യന്നൂരിലെ വോട്ടർമാർക്കും CPM പ്രവർത്തകർക്കും ഉൾപ്പെടെ പറയാനുള്ളതെന്ന് കേൾക്കാം. പയ്യന്നൂരിൽ എങ്ങനെയാണ് ഈ വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിവിട്ട ഈ ആക്ഷേപ ശരങ്ങൾ ഏൽക്കുക എന്നുകൂടി വോട്ടർമാരോട് ചോദിക്കാം.